ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു വെറൈറ്റി പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമ്മുടെ ചാനലിൻ്റെയോ അതുപോലെ തന്നെ കമ്പനികളുടെ ഷോപ്പിൻ്റെയൊക്കെ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ആശംസ പോസ്റ്റർ എങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഫുള്ള് മെറ്റീരിയൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ടൈമുകളെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഹൈറ്റിൽ പോയിട്ട് നമുക്ക് 1500 സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഈ ഫോണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമ്പോർട്ടിൽ പോയിട്ട് നമ്മുടെ ഇമേജൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ ഫുള്ള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു PNG സെലക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഈ ഒരു PNG. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ 4ാമത്തെ ഓപ്ഷനിൽ പോയതിനു ശേഷം കളറിൽ പോയിട്ട് ഗ്രേഡിയൻ്റ് കളറിൽ പോയിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഒരു സെൻറ്റർ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാണ് സെൻറ്റർ ഗ്രേഡിയൻ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കളറൊന്ന് ജസ്റ്റ് വൈറ്റായി കൊടുക്കുക ഫുള്ള്. ഓക്കെ, ശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ നമുക്കൊരു ഗ്രേ കളറായി കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഓക്കെ, ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതായി കൊടുക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റിൽ പോവാം. ജസ്റ്റ് ഇവിടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കത് അലൈനിൽ പോയിട്ട് സെൻറ്റർ അലൈൻ കൊടുക്കുക. സ്റ്റൈലിൽ പോയതിനു ശേഷം ബോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോണ്ടിൽ പോവാം. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് കൊടുക്കുക. സൈസ് ഒന്ന് സ്കെയിൽ ചെയ്യുക. ശേഷം നമ്മുടെ പൊസിഷനിൽ പോയിട്ട് സെൻറ്ററായി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മുകളിൽ കയറ്റി കൊടുക്കാം. നമ്മുടെ ഫ്ലാഗ് നമുക്ക് കുറച്ച് മുകളിൽ കയറ്റാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം. ആ കളറിൽ പോയിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറ്റി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആ ഒരു പതാകൻ്റെ വൈറ്റ് കളർ ആ ഒരു ഗ്രേഡിയൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കളറിൽ പോയതിന് ശേഷം ഒരു ഹാപ്പി എന്നുള്ളത് നമുക്കൊരു ഓറഞ്ചിൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുക. ഓറഞ്ചിൽ കുറച്ച് സെൻറ്ററത്ത് നീക്കി കൊടുത്താൽ ആ ഒരു ഓറഞ്ചിൻ്റെ ഡാർക്ക് കിട്ടും. ജസ്റ്റ് നമുക്കിന്ന് ഓക്കെ കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇനി നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കളറൊന്ന് ഡാർക്ക് ഗ്രീനായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കളറും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യാം. എഡിറ്റിൽ പോവാം. ഇപ്പോൾ ചാനലിൻ്റെ പേരോ മറ്റു ഷോപ്പിൻ്റെ പേരൊക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ചാനലിൻ്റെ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിലേയും കൊടുക്കുക. ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് നീക്കി കൊടുക്കുക. ഒന്നുകൂടെ കോപ്പി എടുത്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ബോൾഡ് ഒന്ന് റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് സെൻട്രലിയും കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലോഗോൻ്റെ PNG ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് താഴത്ത് ഇവിടെ ചാനൽ നെയിം എഴുതി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ
നമ്മുടെ പാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലുള്ള നെക്സ്റ്റ് ഒരു ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം PNG. അതുപോലെ വെറൈറ്റി ആയിട്ട് നല്ല രസത്തിൽ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഇതിൽ ഒരുപാട് PNGകളും മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമ്മൾക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.